ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വയറിങ്ങിന് സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ജംഗ്ഷൻ ബോക്സ്, അതായത് നമ്മൾ ജംഗ്ഷൻ ബോക്സ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇൻഡക്ഷൻ അതുപോലുള്ള കറണ്ടുകൾ മാക്സിമം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് 4 ജംഗ്ഷൻ ബോക്സ്, അതായത് 6 PVC ബോക്സ് യൂസ് ചെയ്ത് അതേ ജംഗ്ഷനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നോർമൽ ലെവലിൽ ഒറ്റ പൈപ്പ് കയറാവുന്ന ജംഗ്ഷൻ ബോക്സ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര പൈപ്പുകൾ വരെ, എണ്ണം പൈപ്പുകൾ വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് 4 സൈഡുകളിൽ നിന്നായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് ചെയ്യാൻ സാധിക്കും. മറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത് 2 പൈപ്പിൽ 4 പൈപ്പ് മാത്രമേ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഗുണങ്ങളിൽ ഒന്നാണ്, നമ്മൾ ഇത് ചെയ്തതിന് ശേഷമാണെങ്കിൽ എക്സ്ട്രാ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 4 ഷീറ്റ് ഉണ്ട്. PVC ഷീറ്റ് വെച്ച് നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ലൈറ്റ് പിടിപ്പിക്കാം, ഫാൻസ് ലൈറ്റ് പിടിപ്പിക്കാം, അതുപോലെ സീലിംഗ് റോസ് പിടിപ്പിക്കാം. പിന്നീട് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുത്ത് വയറ് വലിക്കുന്നതിന് വയറ് വലിക്കാം. വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എത്ര പൈപ്പുകളാണ് വൺ സൈഡ് കയറ്റാൻ പറ്റുന്നതെന്ന് നമുക്ക് ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യമേ തന്നെ നമുക്ക് 4 നോക്കാം. 4 വൺ സൈഡിൽ എത്ര സൈഡ് എല്ലാം ഈക്വലായിട്ട് ഇരിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 25 mm പൈപ്പ്, അത് 1 ഇഞ്ച് പൈപ്പ് നമുക്ക് മിനിമം 3 വെച്ചിട്ട് ഓരോ സൈഡിലും കൊടുക്കാം. അപ്പോൾ 4 സൈഡിൽ 4 3 12 പൈപ്പുകൾ 4 സൈഡുകളിൽ നിന്നായിട്ട് കൊടുക്കാം. ഈ 4 സൈഡുകളിലേക്ക് പോകുന്ന ജംഗ്ഷനിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോകാം. വയറ് വലിക്കുന്നതിന് കൈയിട്ട് നമുക്ക് വയറ് വലിക്കുന്നത് വളരെ സിമ്പിളായിരിക്കും. ഇനി അതുപോലെ തന്നെ 6 PVC ബോക്സ്, പൈപ്പിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ നമുക്ക് 6 കൊടുക്കാം. 6 നമുക്ക് 1 ഇഞ്ച് പൈപ്പ് വൺ സൈഡ് 5 കൊടുക്കാൻ സാധിക്കും. 5 നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും കൂട്ടി ഈ സൈഡിൽ 5, ഏറ്റവും ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡ് 5, ആ താഴെ വരുന്ന ഏരിയകളിൽ മാത്രം 3. അപ്പോൾ 5 5 10, 10 3 13, താഴെ മുകളിലായിട്ട് 3, അപ്പോൾ 3 3 6 16 പൈപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. 6 ഏറ്റവും കുറഞ്ഞത് നമുക്ക് 16 പൈപ്പ് കൊടുക്കാം. നമുക്ക് 4 ഈ 12 പൈപ്പ് നമുക്ക് ഈ പറയുന്ന 1 ഇഞ്ച് പൈപ്പ് കൊടുക്കാം. ഇതാണ് 1 ഇഞ്ച് പൈപ്പ്, അതായത് 25 mm പൈപ്പുകൾ. ഇത് മെയിനായിട്ട് നമ്മൾ വരുന്നത് സർക്യൂട്ടുകൾ മെയിൻ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് 25 പൈപ്പ് തന്നെ ഉപയോഗിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഇൻഡക്ഷൻ കറണ്ട് വളരെ പ്രശ്നമാണ്. കാരണം വേറെ ഒന്നുമില്ല, പണ്ടൊക്കെയാണ് ഈ ബൾബുകളായതുകൊണ്ട്, അതായത് ഈ ഫിലമെൻറ്റ് ബൾബുകളായതുകൊണ്ട് ഇൻഡക്ഷൻ കറണ്ടിൽ തെളിയില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ LED ബൾബുകളായതുകൊണ്ട് ടൈറ്റ് ചെയ്ത് വയർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ടൈറ്റ് വയറിങ് നമ്മൾ ചെയ്തുകൊണ്ട് ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ്, അതായത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും ലൈറ്റ് ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നതിൻ്റെ കാരണം ടൈറ്റ് വയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് 4 PVC ബോക്സ് വെച്ചു നമ്മൾ ഈ പറയുന്ന പൈപ്പുകളെല്ലാം സൈഡിലൂടെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോയി. ഇതിപ്പോൾ ഇങ്ങനെ ക്ലിയർ ചെയ്തതിന് ശേഷം, അതായത് നമുക്ക് കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ വൺ സൈഡ് നമുക്കൊരു 1 ഇഞ്ച് പൈപ്പ്, ഇപ്പുറത്തെ സൈഡ് 1 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളിൽ, പൈപ്പ് പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ലൈറ്റ് പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഈ 4 ബോക്സ് അല്ലെങ്കിൽ 6 ബോക്സ് വെച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു 4 ഷീറ്റ് വെച്ചിട്ട് അവസാനം ഫിനിഷിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഹോൾഡറോ അതുപോലെ തന്നെ സീലിംഗ് റോസോ ഏത് വേണമെങ്കിലും നമുക്ക് പിടിപ്പിക്കാം. അതുമാത്രം ഫാൻസ് ലൈറ്റും നമുക്ക് അതിൽ കൊടുക്കാൻ സാധിക്കും. കണ്ടാൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ 4 ഷീറ്റിന് മുകളിൽ വരുന്ന, പണ്ടത്തെയാണ് ഈ ഹൈലൻഡ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് പണ്ടത്തെ സ്റ്റൈലിൽ ഹൈലൻഡ് ഷീറ്റാണ് ഹോൾഡർ കൊടുത്തിരിക്കുന്നത്. ഇനി അതല്ലാതെ ഇപ്പോൾ വരുന്ന PVC വരുന്നുണ്ട്. PVC വളരെ സിമ്പിളായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. PVCയിൽ നമുക്ക് നന്നായിട്ട് ഫാൻസ് ലൈറ്റ് പോലുള്ള ലൈറ്റുകൾ, വലിയ ലൈറ്റുകൾ കൊടുക്കാം. ആവശ്യാനുസരണം നമുക്ക് ഊരിയെടുത്ത് അതിന് എന്തെങ്കിലും വയർ വലിക്കുന്നതിലോ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിനോ വയറുകൾ ഏതെങ്കിലും എക്സ്ട്രാ കൊടുക്കുന്നതെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് 4 ബോക്സ് യൂസ് ചെയ്താൽ നടക്കും. അപ്പോൾ നമുക്കൊരു വയറിങ്ങിൻ്റെ സമയത്ത് മെയിനായിട്ട് 4 അല്ലെങ്കിൽ 6 ബോക്സുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നും എവിടെ ഉപയോഗിക്കാമെന്നും എത്ര പൈപ്പുകൾ വൺ സൈഡ് ഓരോ സൈഡുകളിലും കയറുമെന്നും വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time.